തൃശ്ശൂരാണല്ലോ കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കുന്നത്. അവിടെ ഇതാ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ്. ശൈലിയുടെ ഭാഗമായിട്ട് ജനങ്ങളും പ്രവർത്തകരും പാർട്ടി നകലുകയാണ്. ഈ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഫലം അനുഭവിക്കേണ്ടി വന്നത്, ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് കെ മുരളീധരനാണ്. കോൺഗ്രസിൻ്റെ സർജിക്കൽ സ്ട്രൈക്കറായ കെ മുരളീധരൻ്റെ ഗതി ഇതാണെങ്കിൽ സാധാ പ്രവർത്തകൻ്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് നോക്കണം. സാംസ്കാരിക തലസ്ഥാനത്ത് സംഘപരിവാറിന് നട തുറന്നു കൊടുത്തതിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോസ് വള്ളൂരിനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപനടങ്ങുന്ന നെക്സസിനാണ്. ഇന്ന് സാധാരണയായിട്ടുള്ള ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വളരെയേറെ നിരാശയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ പരാജയത്തിൻ്റെ, ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഇരുവരും അടിയന്തരമായിട്ട് രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ജില്ലയിലെ കോൺഗ്രസിലെ മുഴുവൻ പ്രവർത്തകരുടെയും വികാരം ഇതാണ്. ഞങ്ങൾ ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ അവനവനിസത്തിൻ്റെയും ഈ സ്വാർത്ഥ താല്പര്യത്തിൻ്റെയും ഫലമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ട് ജില്ലയിലെ പ്രവർത്തകർ അണിനിരക്കാനാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ നടപടിക്കെതിരെ ശക്തമായിട്ട് പാർട്ടി നേതൃത്വം ഇടപെടണം. ഈ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നേതൃത്വം ഇടപെടുന്നതിന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെക്ക്, മുൻ കോൺഗ്രസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്, കേരളത്തിൻ്റെ ചുമതലയുള്ള ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക്, KPCC പ്രസിഡന്റിന് യൂത്ത് കോൺഗ്രസ് പരാതി നൽകാം. മുരളീധരനെ പാർട്ടി നേതൃത്വം തന്നെ പരാജയപ്പെടുത്തിയെന്നാണ് നിങ്ങളുടെ വാദം. നിങ്ങൾ കണ്ടതാണല്ലോ തൃശ്ശൂരിലെ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചിട്ട് കള്ള വോട്ട് ചേർത്തുന്നു എന്നുള്ള ആരോപണം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണല്ലോ ഈ നേതൃത്വം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ. ഏത് ദിവസമാണ് പറയുന്നത്? തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ്, തലേ ദിവസം. അപ്പോൾ ഇത് മുൻകൂട്ടി അറിയാമെങ്കിൽ കൃത്യമായിട്ടുള്ള പരാതി കൊടുത്ത്, ഇത് ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഒരു ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ള വോട്ട് ചേർത്തിട്ടുള്ള BJP. പിന്നെ അതുപോലെ തന്നെ DK ശിവകുമാർ, കോൺഗ്രസിൻ്റെ ഏറ്റവും മികച്ച സ്റ്റാർ ക്യാമ്പയിനർ, ഇവിടെ വന്നപ്പോൾ, ഒല്ലൂരിൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ആദ്യഘട്ടത്തിൽ തന്നെ ഒരു കോർഡിനേഷൻ ഇല്ലാന്നുള്ള രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിന് മുരളീധരൻ പരാതി നൽകിയിരുന്നു, അല്ലെങ്കിൽ പരാതി പറഞ്ഞിരുന്നു. എന്നിട്ട് സംസ്ഥാന നേതൃത്വം ഇതിന് തക്കതായിട്ടുള്ള ഒരു നടപടി ആ സമയത്ത് തന്നെ സ്വീകരിച്ചിട്ടില്ല. അല്ല, അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റും DC പ്രസിഡന്റും തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ KPCC നേതൃത്വം 20 ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പിന്നെ അതിനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നേതൃത്വം പരിശോധിക്കേണ്ടതാണ്. അത് സ്ഥാനാർത്ഥി നിങ്ങളോട് ഇന്നലെ സൂചിപ്പിച്ചു എന്നാണ് കരുതുന്നത്. ബൈബിളിലെ വാചകം കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണക്കമരത്തോട് എന്താകും എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലും വലിയ നേട്ടത്തിലും നിൽക്കുമ്പോൾ പോലും തൃശ്ശൂരിലെ തോൽവി കോൺഗ്രസ് വലിയ പൊട്ടിത്തെറികൾക്ക് ഇടയൊരുക്കും. കോൺഗ്രസിന്റെ സ്റ്റാർ സ്ട്രൈക്കർമാരിൽ ഒരാളായിട്ടുള്ള കെ മുരളീധരനാണ് അവിടെ കനത്ത പരാജയം ഏറ്റുവാങ്ങിയത്. അതോടൊപ്പം തന്നെ ജില്ലാ നേതൃത്വത്തിന് എതിരെയും TN പ്രതാപന് എതിരെയും ഒക്കെ ഇപ്പോൾ വികാരം ശക്തമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. രാഷ്ട്രീയ കേരളം കൂടുതൽ ഇനി കോൺഗ്രസ് ക്യാമ്പിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വിഷയം തന്നെയാണ്. അതേസമയം സർക്കാർ രൂപീകരണ ചർച്ചകളാണ് ദേശീയ തലത്തിൽ NDA ക്യാമ്പിൽ നടക്കുന്നത്. കനത്ത തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും മുക്തമല്ല കേരളത്തിലെ ഇടതുപക്ഷവും.